സമ്മതിക്കാൻ സഞ്ജയ് റാവത്ത് കൂട്ടാക്കിയില്ല. പ്രതിപക്ഷത്തിന്റെ സീറ്റുകൾ പോലും മഹായുതി സഖ്യം കട്ടെടുത്തു എന്നാണ് സഞ്ജയ് റാവത്ത് ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ BJP ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊരിക്കലും പൊതുജനത്തിന്റെ തീരുമാനമല്ല. ഒരിക്കലും ജനങ്ങൾ ഈ ഫലം അംഗീകരിക്കില്ല. സഞ്ജയ് റാവത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പറഞ്ഞു. ഷിൻഡെയ്ക്ക് 60 സീറ്റും അജിത് പവാറിന് 40 സീറ്റും BJPക്ക് 125 സീറ്റും ലഭിക്കുമോ? ഈ സംസ്ഥാനത്തെ ജനങ്ങൾ സത്യസന്ധതയില്ലാത്തവരല്ല, അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതിന് പിന്നാലെയാണ് സഞ്ജയ് റാവത്ത് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സമാന ആരോപണവുമായി രംഗത്ത് വരുന്നത്. നേരത്തെ എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് തന്നെയാണ് ജയം പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ നേട്ടം ഭരണകക്ഷി പോലും മുന്നിൽ കണ്ടിരുന്നില്ല. വമ്പൻ തോൽവിയുടെ ഞെട്ടലിലാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി. സഖ്യത്തിലെ പല പാർട്ടികൾക്കും പ്രതീക്ഷിച്ചതിന്റെ 10-1 പ്രകടനം പോലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മികച്ച പ്രകടനം നടത്തുമെന്ന് കരുതിയ കോൺഗ്രസ് സഖ്യത്തിന് ഒന്നും നേടാനായില്ല. മറുവശത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതിയിൽ എല്ലാ കക്ഷികളും മികച്ച പ്രകടനമാണ് നടത്തിയതും എന്നതും വിരൽ ചൂണ്ടുന്നത് വലിയ തോതിൽ വോട്ടിംഗ് അട്ടിമറി നടന്നു എന്നത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് സംസ്ഥാനത്തെ BJP കരകയറി എന്നതാണ് ഈ ഫലത്തിന്റെ പ്രാധാന്യം. നിലവിൽ സംസ്ഥാനത്ത് 120-ലധികം സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് BJP. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഇക്കുറി സഖ്യകക്ഷികൾക്ക് പോവില്ലെന്നാണ് വിലയിരുത്തൽ. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് BJP തന്നെയാവും ഇത്തവണ മന്ത്രിസഭയിൽ പ്രധാന സ്ഥാനം കൈയാളുക. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയം ഉറപ്പിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം. നിലവിൽ മഹായുതി സർക്കാരാണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. എന്നാൽ രണ്ടാം ടേമിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകുമെന്ന് ഉറപ്പാണ്. BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി നേതാവ് പ്രവീൺ ധാരേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ NCP നേതാവ് അജിത് പവാറിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയും രാജ്യസഭാ MP-യുമായ സുനേത്ര പവാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിവരം. എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJPയുടെ അവകാശവാദം സഖ്യകക്ഷികൾക്ക് അനുഭവിക്കേണ്ടി വരും. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.